ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ +2 ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇഷ്ടികകൾ, കന്മണികൾ, അസ്ഥികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഓണം എക്സാമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത്. ആദ്യമായിട്ട് ഈ ഒരു സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുള്ള സൈറ്റാണ് നമ്മുടെ ഹാരപ്പ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെ തന്നെയാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്നും പറയുന്നത്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു സൈറ്റാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഹാരപ്പയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു സൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജദാരോ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നിന്നാണ് നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നഗരാസൂത്രണം, വീടുകൾ, മുദ്രകൾ ഇവയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഈ മോഹൻജദാരോ എന്ന് പറയുന്ന നഗരത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോട്ട, രണ്ടാമത്തത് കീഴ്പട്ടണം. ഈ കോട്ട എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ധാന്യപുരയും വലിയ കുളിപ്പുരയും. ഇനി രണ്ടാമത്തതാണ് കീഴ്പട്ടണം എന്ന് പറയുന്നത്. ഇത് അധിവാസ മേഖലയാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള കോട്ട എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് കോട്ട എന്ന് നോക്കാം. മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു ചെറിയ വേദിയാണ് കോട്ട എന്ന് പറയുന്നത്. നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം കൂടിയാണ് കോട്ട എന്ന് പറയുന്നത്. കോട്ടയെ മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കീഴ്പട്ടണത്തിൽ നിന്നത് വേറിട്ട് നിൽക്കുകയും ചെയ്തു. കോട്ടയ്ക്കുള്ളിൽ തന്നെ ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അവയെ പൊതു കെട്ടിടങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. പ്രത്യേകമായിട്ടുള്ള പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവ ഉപയോഗിച്ചിരുന്നത് എന്നും കരുതപ്പെടുന്നു. ഇനി ഈ കോട്ടയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട 2 കെട്ടിടങ്ങളാണ് കലവറയും വലിയ കുളിപ്പുരയും. ഇനി എന്താണ് കലവറ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി എന്താണ് കലവറ എന്നാണ് പറയുന്നത്. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് അവിടുത്തെ കലവറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധാന്യപുര. ധാന്യപുര എന്ന് പറഞ്ഞാലും കലവറ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കലവറയുടെ കെട്ടിടം, അല്ലെങ്കിൽ കലവറ എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടത്തിൻ്റെ അടിഭാഗം നിർമ്മിച്ചിട്ടുള്ളത് ഇഷ്ടികകൾ കൊണ്ടും മുകൾ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് മരം കൊണ്ടുമാണ്. ഇനി അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് നിർമ്മിച്ചിരുന്നത്. മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കലവറ എന്ന് പറയുമ്പോൾ മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ്. അടിഭാഗം ഇഷ്ടിക കൊണ്ടും മുകൾ ഭാഗം മരം കൊണ്ടുമാണത് നിർമ്മിച്ചിട്ടുള്ളത്. മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വലിയ കുളിപ്പുര എന്താണെന്നാണ്. കോട്ടയ്ക്കുള്ളിലെ 2 കെട്ടിടങ്ങളാണ് ധാന്യപുരയും വലിയ കുളിപ്പുരയും. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ധാന്യപുര എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് വലിയ കുളിപ്പുര എന്ന് പറയുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള വലിയൊരു കുളമാണ് ഈ ഒരു വലിയ കുളിപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കുളത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിലായിട്ട് അതിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം കുളത്തിൻ്റെ 3 വശങ്ങളിലും റൂമുകളുണ്ട്. അതിലെ ഒരു റൂമിലെ വലിയ കിണറ്റിൽ നിന്നാണ് കുളത്തിലേക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നിരുന്നത്. ഇനി കുളത്തിൽ ജലം നിറക്കാനും അതോടൊപ്പം മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിക്കളയാനൊക്കെ ഉള്ള സംവിധാനവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വലിയ കുളിപ്പുര ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം ഹാരപ്പൻ ജനത ശുചിത്വത്തിന് നൽകിയ പ്രാധാന്യവും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുളിപ്പുര എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ കുളിപ്പുര എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന വലിയൊരു കെട്ടിടമാണ്. അതോടൊപ്പം ഇത് ദീർഘചതുരാകൃതിയിലുള്ള വലിയൊരു കുളമാണ്. അതിൻ്റെ
3 വശങ്ങളിലായിട്ട് റൂമുകളുണ്ട്. വടക്ക് തെക്ക് ഭാഗങ്ങളിലായിട്ട് പടവുകളുണ്ടായിരുന്നു കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ കുളത്തിൻ്റെ വശങ്ങളിലുള്ള റൂമിലെ കിണറ്റിൽ നിന്നാണ് അതിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഹാരപ്പൻ ജനത ശുചിത്വത്തിന് നൽകിയിരുന്ന പ്രാധാന്യവും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീഴ്പട്ടണം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. കീഴ്പട്ടണം നമ്മൾ നേരത്തെ പറഞ്ഞു, നഗരത്തെ 2ആയി തിരിച്ചു, കോട്ട, കീഴ്പട്ടണം. അതിൽ കോട്ട പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയുന്നതാണ് കീഴ്പട്ടണം. അപ്പോൾ ഇനി അടുത്തതാണ് കീഴ്പട്ടണം. അതായത് നമ്മൾ നേരത്തെ കോട്ട പറഞ്ഞു, കോട്ടക്കുള്ളിലെ 2 കെട്ടിടങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി നഗരത്തിൻ്റെ 2ാമത്തെ ഭാഗമായിട്ടുള്ള കീഴ്പട്ടണത്തെക്കുറിച്ചാണ് പറയുന്നത്. നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്ക് തൊട്ടു താഴെയാണ്. അതോടൊപ്പം ഈ കീഴ്പട്ടണത്തെയും മതിൽ കെട്ടി സംരക്ഷിച്ചിരുന്നു. കീഴ്പട്ടണം എന്ന് പറഞ്ഞാൽ അധിവാസ മേഖലയാണ്. ഇവിടെയാണ് വീടുകളൊക്കെ കണ്ടിരുന്നത്. ഇഷ്ടിക കൊണ്ടുള്ള വീടുകളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഗ്രിഡ് സമ്പ്രദായം അനുസരിച്ചാണ് അവർ വീടുകൾ ക്രമീകരിച്ചിരുന്നത്. ഇനി എല്ലാ വീടുകൾക്കും അവിടെ ഒരു തുറന്ന നടുമുറ്റമുണ്ട്. വീടുകൾ നിർമ്മിച്ചിരുന്ന സമയത്ത് ഹാരപ്പൻ ജനത സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചുമരുകളിൽ തറയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ അവർ ജനാലകൾ വെച്ച് പിടിപ്പിച്ചിരുന്നില്ല. എല്ലാ വീടുകൾക്കും കുളിമുറികളും ഉണ്ടായിരുന്നു. ഇനി പല വീടുകളിലും കിണറുകളും ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി ഓരോ വീടിനെയും തെരുവിലെ ഓവുചാലുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കീഴ്പട്ടണം എന്ന് പറഞ്ഞാൽ അധിവാസ മേഖലയാണ്. ഇവിടെയാണ് വീടുകളൊക്കെ കണ്ടിരുന്നത്. കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. കോട്ടയ്ക്ക് തൊട്ട് താഴെയാണ്. മതിൽ കെട്ടി സംരക്ഷിച്ചിരുന്നു. ഗ്രിഡ് സമ്പ്രദായം അനുസരിച്ചാണ് അവർ വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. വീടുകൾ നിർമ്മിച്ചിരുന്ന സമയത്ത് അവർ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചുമരുകളിൽ തറയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ അവർ ജനവാതിലുകൾ വെച്ച് പിടിപ്പിച്ചിരുന്നില്ല. എല്ലാ വീടുകളിലും എന്തുണ്ട്, ഒരു അഴുക്കുചാൽ സമ്പ്രദായം. അതായത് വീടുകളിലെ മലിനജലം അവർ തെരുവിലെ അഴുക്കുചാലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അഴുക്കുചാൽ സമ്പ്രദായം. ഇനി എന്താണ് അഴുക്കുചാൽ സമ്പ്രദായം? ഹാരപ്പൻ നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവിടുത്തെ അഴുക്കുചാൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു അഴുക്കുചാൽ സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ വീടിനെയും തെരുവിലെ ഓവുചാലുമായിട്ട് അവർ ബന്ധിപ്പിച്ചിരുന്നു. ഈ അഴുക്കുചാലുകൾ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ കരിങ്കൽ പാളികൾ കൊണ്ടോ അവർ മൂടി വെക്കുകയും ചെയ്തിട്ടുണ്ട്. തെരുവിലെ ഓടകളെല്ലാം തന്നെ ആൾത്തുളകൾ കൊണ്ട് സജ്ജമാക്കിയിരുന്നു. കാരണം എന്തെങ്കിലും മലിനജലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ട ആവശ്യം വന്നാൽ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ആൾത്തുളകൾ കൊണ്ട് ഓടകൾ സജ്ജമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ ജനതയുടെ എൻജിനീയറിംഗ് വൈദഗ്ധ്യം പ്രകടമാക്കുന്നുണ്ട്. അതോടൊപ്പം അവർ ആരോഗ്യത്തിനും ശുചിത്വത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യത്തെയും അത് എടുത്തു കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അഴുക്കുചാൽ സമ്പ്രദായം എന്ന് പറയുന്നത്. എല്ലാ വീടിനെയും തെരുവിലെ ഓവുചാലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവരുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും നൽകിയ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മോഹൻജൊദാരോയിലെ നഗരാസൂത്രണം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ.